ദശകം 9. ബ്രഹ്മാവിൻ്റെ തപസ്സും ലോകസൃഷ്ടിയും. വൃത്തം പൃഥ്വി. സ്ഥിതഃ കമലോദ്ഭവഃ തവ ഹി നാഭിപങ്കേരുഹി കുതസ്വിദിതമംബുധൗ ഉദിതമിത്യനാലോകയൻ തദീക്ഷണകുതൂഹലാദ് പ്രതിദിശം വിവൃത്താനനഃ ചതുർവദനതാമഘാദ് വികസദഷ്ടദൃഷ്ട്യംബുജാം. ബ്രഹ്മാവാകട്ടെ അങ്ങയുടെ നാഭീപത്മത്തിലിരുന്നു കൊണ്ട് ഈ താമരപ്പൂവ് എവിടെ നിന്നാണ് ഈ ജലത്തിൽ ഉത്ഭവിച്ചതെന്ന് കാണാൻ കഴിയാത്തവനായിട്ട് അത് കണ്ടറിയുവാനുള്ള ആഗ്രഹം നിമിത്തം 4 ദിക്കുകളിലും മുഖം തിരിക്കുന്നവനായിട്ട് വിടർന്ന 8 താമരപ്പൂക്കൾക്ക് തുല്യമായ കണ്ണുകളോടുകൂടിയ 4 മുഖങ്ങൾ ഉണ്ടാകുകയെന്ന സ്ഥിതിയെ പ്രാപിച്ചു. മഹാർണവ വിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തുനാലോകയൻ കയേഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിതമംബുജം സമജനീതി ചിന്താമഗാദ്. മഹാസമുദ്രത്തിൽ ഇളകിയാടിക്കൊണ്ടിരിക്കുന്ന ആ താമര ഒന്നുമാത്രം കണ്ടിട്ട് അതിൻ്റെ ആശ്രയസ്ഥാനമായ അങ്ങയുടെ ശരീരത്തെ കാണാൻ കഴിയാതെ വലിയ താമരപ്പൂവിനുള്ളിൽ ഇരിക്കുന്ന നിസ്സഹായനായ ഈ ഞാൻ ആരാകുന്നു? ഈ താമരപ്പൂവ് എവിടെ നിന്നുണ്ടായി എന്നിങ്ങനെയുള്ള ചിന്തയെ പ്രാപിച്ചവനായി ആ താമരപ്പൂവ് എവിടെ നിന്ന് വന്നുവെന്നും അതിൽ ഏകാഗിയായിരിക്കുന്ന താൻ ആരാണെന്നു പോലുമുള്ള ചിന്ത ബ്രഹ്മാവിനെ ദുഃഖത്തിലാക്കി. അമുഷ്യ ഹി സരോരുഹഃ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ സഖലു നാളരന്ധ്രാദ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീഃ തുദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. ഈ താമരപ്പൂവിനും ഒരു ഉത്ഭവസ്ഥാനമുണ്ടായിരിക്കും എന്നിങ്ങനെയുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയ ബ്രഹ്മാവാകട്ടെ താമരപ്പൂവിൻ്റെ തണ്ടിനുള്ളിലുള്ള ദ്വാരമാകുന്ന വഴിയിലൂടെ തൻ്റെ യോഗബലമാകുന്ന ജ്ഞാനം കൊണ്ട് ഇറങ്ങിച്ചെന്നവനായിട്ട് ബുദ്ധിസാമർഥ്യമുള്ളവനെങ്കിലും അങ്ങയുടെ അതിമനോഹരമായ ശരീരത്തെ കണ്ടില്ല. തദ സകലനാളിക വിവരമാർഗഘോമാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീഃ സമാധിബലമാദദേ ഭവദനുഗ്രഹേകാഗ്രഹീ. അനന്തരം താമരത്തണ്ടിലുള്ള എല്ലാ ദ്വാരങ്ങളിലൂടെയും സഞ്ചരിച്ചന്വേഷിച്ചുകൊണ്ട് 100 വത്സരക്കാലം പ്രയത്നിച്ചിട്ടും ഒന്നും തന്നെ കാണാൻ കഴിയാതെ പിന്മടങ്ങിയിട്ട് അദ്ദേഹം താമരപ്പൂവിൽ തന്നെ സുഖമായിരുന്നു കൊണ്ട് ഏകാഗ്രബുദ്ധിയോടുകൂടി അങ്ങയുടെ അനുഗ്രഹം മാത്രം ആഗ്രഹിക്കുന്നവനായിട്ട് സമാധിബലത്തെ കൈക്കൊണ്ടു. ശതേന പരിവത്സരൈഃ ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധവിശദീകൃതഃ സഖലു പത്മിനീ സംഭവഃ അദ്രഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശാ വ്യചഷ്ടപരിതുഷ്ടധീഃ ഭുജഗഭോഗഭാഗാശ്രയം. ബ്രഹ്മാവാകട്ടെ 100 ദിവ്യ സംവത്സരക്കാലം കൊണ്ട് സ്ഥിരമായ സമാധിധാരണ കൊണ്ട് പ്രകാശിച്ച ജ്ഞാനത്താൽ വിശദമാക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് സന്തോഷം നിറഞ്ഞ മനസ്സോടെ പണ്ട് ദൃശ്യമായിട്ടില്ലാത്തതും അത്യാശ്ചര്യകരമായതും
ആദിശേഷനാകുന്ന സർപ്പത്തിൻ്റെ ദേഹമാകുന്ന ശയ്യയെ അവലംബിച്ചതുമായ അങ്ങയുടെ വിഗ്രഹത്തെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ദർശിച്ചുവത്തെ. 100 വർഷത്തെ ദൃഢമായ സമാധിയുടെ ഫലമായി ബ്രഹ്മാവിൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ അനന്തശയന രൂപത്തിൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കിരീടമകുടോല്ലസത് കടകഹാരകേയൂരയുക് മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത്കൗസ്തുഭം വപുസ്തദയി ഭാവയേ കമലജന്മനേ ദർശിതം. അല്ലയോ ഗുരുവായൂരപ്പ, കിരീടം, മകുടം എന്നിവയാൽ ശോഭിക്കുന്നതും വള, മുത്തുമാല, കേയൂരം എന്നീ ആഭരണങ്ങളോടുകൂടിയതും രത്നങ്ങൾ ശോഭിക്കുന്ന അരഞ്ഞാൺ ധരിച്ചതും അഴകായി ധരിക്കപ്പെട്ട മഞ്ഞപ്പട്ടോടുകൂടിയതും കായാമ്പൂവിൻ്റെ പ്രഭ ചൊരിയുന്നതും കഴുത്തിൽ തിളങ്ങുന്ന കൗസ്തുഭരക്തത്തോടുകൂടിയതും ബ്രഹ്മാവിനെ ദൃശ്യമാക്കി കൊടുത്തതുമായ അങ്ങയുടെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. ശ്രുതി പ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദൃഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവനനിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണവർണിത സുഗുണബംഹിമാ പാഹി മാം. അല്ലയോ വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ട മഹത്തായ മഹാത്മ്യത്തോടുകൂടിയവനും മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്നവനും സർവശക്തനുമായ ഹരേ, ജയിച്ചാലും ജയിച്ചാലും എൻ്റെ ഭാഗ്യം നിമിത്തം അങ്ങ് എൻ്റെ ദൃഷ്ടിക്ക് ഗോചരമായി ഭവിച്ചിരിക്കുന്നു. എത്രയും വേഗത്തിൽ എൻ്റെ ബുദ്ധിയെ ലോകസൃഷ്ടി എന്ന കർമ്മത്തിൽ സാമർഥ്യമുള്ളതാക്കി തീർത്താലും എന്നിങ്ങനെ ബ്രഹ്മാവിനാൽ വാഴ്ത്തപ്പെട്ട സ്വന്തം ഗുണങ്ങളുടെ ബാഹുല്യത്തോടുകൂടി അങ്ങ് എന്നെ രക്ഷിക്കണമേ. ലഭസ്വഭുവനത്രയീ രജനദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനീ മയി ജ ഭക്തിരത്യുത്കടേ ത്യുദീര്യഗിരമാദധാഃ മുദിതചേതസം വേധസം. അല്ലയോ ബ്രഹ്മാവേ, അന്യൂനമായ ലോകത്രയ നിർമ്മാണത്തിലുള്ള സാമർഥ്യത്തെ ലഭിച്ചാലും എൻ്റെ അനുഗ്രഹം സ്വീകരിച്ചുകൊള്ളുക. വീണ്ടും തപസ്സനുഷ്ഠിച്ചാലും അഖില അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതും അതിതീവ്രവുമായ എന്നിലുള്ള ഭക്തിയും അങ്ങേക്കുണ്ടാകട്ടെ എന്നിങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞിട്ടങ്ങ് ബ്രഹ്മാവിനെ സന്തോഷമുള്ള മനസ്സുള്ളവനാക്കി തീർത്തു. ശതം കൃതതപാസ്തതഃ സഖലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലഞ്ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബലവിജൃംഭിതഃ പവനപാദസീ പീതവാൻ. അനന്തരം ആ ബ്രഹ്മാവാകട്ടെ 100 ദിവ്യ സംവത്സരക്കാലം തപസ്സു ചെയ്തിട്ട് പൂർവാധികം തപോബലവും ബുദ്ധിശക്തിയും ലഭിച്ചവനായിട്ട് തൻ്റെ താമരപ്പൂവ് കാറ്റുകൊണ്ട് ജലത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്നതായി കണ്ടിട്ട് അങ്ങയുടെ ബലം നിമിത്തം വർദ്ധിച്ച പ്രാഭവമുള്ളവനായിട്ട് വായുവിനെയും ജലത്തെയും പാനം ചെയ്തു. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുപുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുതയോക്ഷിതൈരീക്ഷിതൈഃ. പിന്നീട് അദ്ദേഹം അങ്ങയുടെ കൃപ നിമിത്തം തന്നെ
ആ താമരപ്പൂവ് കൊണ്ട് തന്നെ 3 ലോകങ്ങളെയും സൃഷ്ടിച്ചിട്ട് ജീവാത്മാക്കളുടെ സൃഷ്ടിയിലേർപ്പെട്ടു. അല്ലയോ ഗുരുവായൂരപ്പ, ആ വിധത്തിലുള്ള കൃപാഭാരത്തോടുകൂടി അങ്ങ് കനത്ത കരുണ കൊണ്ട് ഈറനണിഞ്ഞ നോട്ടങ്ങളെ കൊണ്ട് വേഗത്തിൽ എൻ്റെ രക്ഷയ്ക്കെത്തേണമേ. ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.